ഒരു കാര്യം ചോദിച്ചോട്ടാ, സാറിങ്ങനെ കരിയിലായിട്ട് വ്യായാമം ചെയ്യിക്കാനായിട്ടേ ഞാൻ പ്രസവിക്കാൻ നിൽക്കണ പെണ്ണല്ലല്ലേ. ഒരു കാര്യം ചോട്ട്, സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കള്ളനായിട്ടാണ് അത് സാറിന്റെ ഭാര്യയായിട്ടാണ്? എടാ നാണോ മാനോ ഇല്ലല്ലോടാ വന്നിവിടെ ഇങ്ങനെ കരിയില തൂക്കാൻ. പിന്നെ നാണോ മാനോ ഇല്ല. നിങ്ങൾ പോലീസുകാർക്ക് DGPയുടെ വീട്ടിൽ പോയി പട്ടിയെ കുളിപ്പിക്കാൻ, അടുക്കളയിൽ കയറി ചമ്മന്തി അരയ്ക്കാൻ, മീൻ മുറിച്ചു കൊടുക്കാം. നമ്മളിത് തൂക്കുന്നതാണ് കുഴപ്പം. നിർത്ത് നിന്റെ ഈ വായിലെ നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? സാറേ ഒന്നുമില്ല സാറേ, 250 പൈസ കവർ മോട്ടിച്ചാനാണ് എന്നെ കൊണ്ടുവന്നത് സാറേ. 250 പൈസ കവർ മോട്ടിച്ചാലും നിന്നെ കൊണ്ടുവന്ന അത് വളരെ മോശമായി പോയി. എന്നിട്ട് സാറേ ഞാൻ ഈ 50 പൈസ കവർ മോട്ടിച്ച് വണ്ടിയുടെ ബാക്കിലിട്ട്, അപ്പൊ അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി 5 പവന്റെ മാല എടുത്ത് അതിനകത്തിട്ട് കൂട്ടുകാരി ഞാൻ കേട്ടി തരികടാ. മാനം മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കണം, ഒരു കുടുംബം പോറ്റണം. ആട്ട് നീ കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചില്ല സാറേ. അയ്യോ അതെന്തെന്ന് പറയാ സാറേ, ഞാൻ കള്ളനാണ്, എന്റെ അച്ഛൻ കള്ളനാണ്, എന്റെ അച്ഛന്റെ അച്ഛനും കള്ളനാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച ഒരു കൊച്ചുണ്ടായി, അതിലുള്ള കൊച്ചു കള്ളനായി പോകുന്ന വെച്ച് ഞാൻ കല്യാണം കഴിച്ചില്ല സാറേ. മാതൃകാ പുരുഷോത്തമൻ അങ്ങനെ വേണം. അതെ സാറേ, ഇന്നലെ വൈകുന്നേരം ഇവന്റെ വീട്ടിനടുത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനെ പൊക്കി. എന്തിനാണെന്നറിയാവോ? മോഷണ കുറ്റം. സ്വന്തമായിട്ട് പുരയിടമില്ലെങ്കിലും പാട്ടത്തിനെടുത്ത് അവൻ കൃഷി നടത്തുന്നു. എടാ ഇന്നലെ ആ പീഡന കേസിന്റെ FIR തയ്യാറാക്കാൻ പറഞ്ഞെടുത്ത് താൻ FIR തയ്യാറാക്കിയോ? അയ്യോ സാറേ തയ്യാറാക്കിയിട്ടുണ്ട്. എടാ ഈ തയ്യാറാക്കിയെന്ന് പറഞ്ഞ എസ് ഇവിടെ വരുമ്പോൾ വായിച്ചു നോക്കാം, നല്ല അക്ഷരസ്ഫുടതയോടെ ഇരിക്കണം. എടാ അല്ലാതെ എങ്ങനെയാണെന്ന് എഴുതരുത്. അത് നീ ഒന്ന് വായിച്ചു ഞാൻ നോക്കട്ടെ. ഒരു ദിവസം വൈകുന്നേരം ഒരു ചാറ്റൽ മഴയത്ത് തണുത്തു വിറച്ചവൻ മതിൽ ചാടിക്കടന്ന് അവളുടെ അടുത്തെത്തി. പിന്നെ അതെന്താടാ ഈ എന്റെ പൊന്നു സാർ, അവൻ മതിൽ ചാടി അവൾ അടുത്തെത്തിയില്ലേ, പിന്നെ അവിടെ നടന്നതെല്ലാം ആ SI വന്നിട്ട് നിന്റെ ചെവിയിൽ എന്ന് വെക്കും. മര്യാദയ്ക്ക് പോയി അക്ഷരസ്ഫുടതയോടെ എഴുതിക്കൊണ്ട് വാടോ. അല്ല ഫെവിക്കോൾ. കുറെ കവികളെ പോലീസിന് എടുത്തിട്ടുണ്ട്. പണ്ടാരം അടങ്ങാ കവിത കേട്ട് 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 മടുത്തു. നീ എന്തിരിക്കണം? ഈ പോലീസുകാരുടെ ഓരോ കാര്യങ്ങള്. പോലീസുകാരുടെ കാര്യങ്ങളിൽ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളാം. കഴിഞ്ഞ ആഴ്ച അതിന് എന്താ അമ്മാനൂർ പോലീസുകാർ പിടിച്ചത്? അയ്യോ അത് സാറേ, ഞാൻ ഈ വായി നോക്കി എടുത്തോണ്ട് ഓടിയത്. പോലീസുകാരെ നോക്കിട്ട് വായി നോക്കിന്നാ? ഈ വായി നോക്കിയല്ല, ദാണ്ട് ഈ പോക്കറ്റ് ഇരിക്കുന്ന വായി നോക്കി എടുത്തോണ്ട് ഓടിയത് സാറേ. ഇത് വായി നോക്കി അല്ലടാ, വായി നോക്കി വാക്കി ടോക്കി. ഇതില് അനന്തപുരി FM കിട്ടുമോ സാറേ? അനന്തപുരി മാത്രമല്ല, ഇതിനകത്ത് അമൃത TV, കൊച്ചി TV അങ്ങനെ എല്ലാം കിട്ടും. എന്ത്? അല്ല, എന്റെ അച്ഛൻ കള്ളന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് അനന്തപുരി FM ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അത് എപ്പോ വരുമെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്. സാറെന്തോന്ന് ആലോചിക്കുന്നത്? നിന്റെ ബോഡി ഒരു പെട്ടിയിലാക്കി നിന്റെ അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്താലോ ഞാൻ ആലോചിച്ചു പോയാ. അങ്ങോട്ട് ടൈഗർ ടൈഗർ. സാറേ എനിക്കൊരു പാർലേജിയുടെ ബിസ്ക്കറ്റ്. മനസ്സിലായില്ല? അല്ല സാറ് ചായയുടെ കൂടെ കഴിക്കാൻ ടയർ ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തതല്ലേ? പാർലേജ് മതി, എനിക്ക് അതാണ് ഇഷ്ടം. പോലീസുകാരുടെ സീക്രട്ട് കോഡിനെ കളിയാക്കുന്നോടാ. തൂക്കടാ മര്യാദയ്ക്ക്. ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി ഈ കാടിലും പടലും എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഈ ചൂലും കൊണ്ട് അകത്ത് വെച്ച് കുറച്ച് വെള്ളം കോരി വെക്കടാ. എന്റെ ദൈവമേ, ഈ സ്റ്റേഷന്റെ പിന്നാമ്പുറത്ത് കിടന്ന് കാടും പടലും പറിച്ചു കളഞ്ഞ് ചപ്പും ചവറും വാരിക്കളഞ്ഞ് നശിക്കാനാണല്ലോ എന്റെ വിധി. വനിതാ പോലീസ് ഇല്ലാത്ത പോലീസ് സ്റ്റേഷനിൽ വന്ന് ആവശ്യമില്ലാത്ത ചേഷ്ടകൾ കാണിച്ച് എന്റെ മനസ്സിളക്കിയാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. തൂക്കടി തൂക്കടാ. പോലീസിൽ വൻ അഴിച്ചുപണി. അതൊന്നും സാറേ, പോലീസ് കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാ വൻ അഴിച്ചുപണി നടത്താൻ. കൂടുതൽ സംസാരിച്ചാൽ നിന്റെ 2 കട്ടയെ അടിച്ചളക്കിയിട്ട് നിന്നെ ഞാൻ ഇവിടെ നെടുന്നെടാന്ന് കിടത്ത് പോടാ. ഫുട്ബോൾ കുറേശ്ശെ തോറ്റു. കുറേശ്ശെ തോറ്റു എന്നല്ല, പിന്നെ കുറേശ്ശെ തോറ്റു. ആരായാലും തോറ്റിട്ട് പിന്നെ അതല്ല ഇതാണ് കുറേശ്ശെയാണ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും സാറേ. തോറ്റില്ലേ സാറേ? പോടാ പോടാ. ഓ ഫ്രഞ്ച് മുത്തം. സാറേ ഇവിടെ എവിടെ എവിടെ? അയ്യോ എടാ, ഫ്രഞ്ച് മുത്തം എന്ന് പറഞ്ഞാൽ അവർക്ക് കപ്പ് കിട്ടിയപ്പോ അവരത് മുത്ത വിട്ടു എന്നാണ്. എടാ നീ മര്യാദക്ക് ഇതെല്ലാം കൂടെ തൂത്ത് വൃത്തിയാക്ക. ആ SI വന്ന് കണ്ടാലുണ്ടല്ലോ നിന്റെ കാലെ വരി നിലത്തടിക്കും. പിന്നെ പുഞ്ചിരി സുകുമാരൻ സാറല്ലേ, എനിക്ക് അറിഞ്ഞൂടാത്ത ആളൊന്ന് പോ സാറേ. അയ്യോ പുഞ്ചിരി സുകുമാരൻ മാണി. പിന്നാര് ഇപ്പൊ വരുന്ന ആരാന്നറിയോ? കാലകലം കരീം. കാലകലം കരീം ആധാരം സാറേ. പുതിയ SI ചാർജ് എടുക്കുന്നു ഇന്ന്. അതായത് പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രതിയെ കയ്യിലേക്ക് കിട്ടിയാൽ പുള്ളിക്ക് ദേഷ്യം വന്നാൽ
നിലത്തങ്ങോട്ട് കിടത്തിയിട്ട് ഈ രണ്ട് കാലും അങ്ങോട്ട് വലിച്ചു കീറും. പഴയ ഓട്ടോടെ കിക്കർ അടിക്കുന്ന പോലെ. ജഗനോട്ട് അപ്പൊ സൂക്ഷിക്കണം അല്ലേ സാറേ? നീ സൂക്ഷിക്കണം, ഞാനെന്തിനു സൂക്ഷിക്കണം? KP കേരള പോലീസ്. സ്റ്റേഷനിൽ ആദ്യമായിട്ട് ചാർജ് എടുക്കാമെന്ന് എന്റെ നേരെ ചൂലും പിടിച്ച് നിൽക്കുന്നോടാ പട്ടി. സോറി സാർ. കലകലം സർ. അല്ല നേരെ പറയണോ? കാലകലം കലീം സർ. കാല് കൂടുതൽ അകത്തണ്ട സാർ. താൻ എന്നോട് ഒന്ന് പറഞ്ഞോ. എന്തിനാണ് സാർ? എടോ മഴയെ കല്ലോടോ. അതിനൊരു കുട കൊണ്ടുപോയാ പോരെ സാർ? കൂടെയൊക്കെ കൊണ്ടുപോകാൻ പാടാടോ. ഇതാകുമ്പോ തന്റെ വയറിന് അടിക്കറി ഒളിച്ചു നിന്നാ മതിയല്ലോ. സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുക 2 ഈറയുടെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ച വെയിറ്റിംഗ് ഷെഡ്. തനിക്കൊക്കെ നാണം ഉണ്ടോ പോലീസ് എന്ന് പറയും. വയറും തള്ളി പിടിച്ചങ്ങ് നടക്കുക. ഇവിടെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. പോലീസുകാർ എപ്പോഴും ഫിറ്റായിരിക്കണം. ഫിറ്റായ 6 മാസം സസ്പെൻഷൻ കഴിഞ്ഞ് 2 ദിവസം അയാൾ ചാർജ് എടുത്തിട്ട് ഇനി ഫിറ്റായ വീണ്ടും സസ്പെൻഷൻ ചെയ്യത്തില്ല സാറേ. അല്ലല്ല, സാറ് പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ല. അതായത് സാർ ഉദ്ദേശിച്ചത് എന്തെന്നറിയാം? ദിവസവും രാവിലെ എഴുന്നേക്കണം, യോഗ ചെയ്യണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കുളിക്കണം, വൃത്തിയാവണം, നന്നായിട്ട് ഉറങ്ങണം. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? ആരാ മനസ്സിലായില്ല? കള്ളനാ. ഉപദേശം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ അച്ഛനാണെന്ന്. എന്താണ് പോക്കറ്റ് കേട്ടോണ്ടിരിക്കുന്നത്? വെറുതെ നിന്നതാണ്. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ കള്ളന്മാരെ വെച്ച് പൊറപ്പിക്കില്ല. ഇയാളെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഈ കള്ളന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണോ ഇവൻ ചെയ്ത കുറ്റം? ഇവൻ മോഷണം നടത്തി സാർ. ആ, അവന്റെ മോഷണം നടത്തി എങ്ങനെ പറയൂ? അവന്റെ കേസ് വായിക്കൂ. FIR കൊണ്ടുവരൂ. നിന്നെ ഇന്ന് ഞാൻ വായിക്കും. കൂരിരുട്ടിന്റെ മറകിൽ 2 നില വീടിന്റെ ജനൽ കമ്പി വളഞ്ഞവനകത്തു കടന്നു. അലമാരിയിലെ പണവും പണ്ടവും മോഷ്ടിച്ചു. ആരാ മനസ്സിലായില്ല? കുമാരൻ. അല്ലാതെ കുമാരനാശാൻ അല്ലല്ലേ. മര്യാദക്ക് പറയണോ സാറേ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ഇവൻ കയറി ജനലിന്റെ കമ്പി വളച്ചകത്തിരുന്ന പൊന്നും പണവും അടിച്ചോണ്ട് പോയി. അങ്ങനെ പണഞ്ഞാ മതി കേട്ടോ. എന്തിനാ മാല പൊട്ടിച്ചത്? വിശന്നിട്ടാ സാറേ. വിശന്ന ആരെങ്കിലും മാല തിന്നുവോടാ? സാറേ അടിക്കല്ലേ സാറേ, എന്റെ ഉള്ളിൽ 2 ബ്ലോക്കാ സാറേ. ബിസി ഒരു കോൺസ്റ്റബിൾ അവിടെ നിയമിക്കൂ. ട്രാഫിക് സിഗ്നൽ ഞാൻ എങ്ങനെ ഇടിച്ചു കയറ്റു ഇതിനകത്ത്? എടാ നിന്നെ ഇന്ന് ഞാൻ. അല്ല സാറേ, എന്റെ നെഞ്ചിൽ 2 ബ്ലോക്കാണ്. അയ്യോ, അപ്പൊ മാല കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കും. ഈ നെഞ്ചിലെ ബ്ലോക്കും കഴിഞ്ഞ് നമ്മളെങ്കിൽ ചെല്ലും മാല ഇറങ്ങി ഓടിക്കളയില്ലേ? എടാ ഞാൻ ഇന്ന് എടാ നിനക്കെന്നെ അറിയാമോടാ? ഞാനാണ് കരീം. വൃത്തികേടല്ലേ സാർ? എടാ ഞാൻ പി കരീം. പീക്കരിയാ? ഇവനെ മിക്കവാറും ഞാൻ കരിച്ച് കൈവെള്ളയിലിട്ടെടുത്ത് ഉമിക്കിരിയാക്കി പല്ലി തേക്കും. എടാ ഞാൻ പറഞ്ഞു കൊടുക്കോ. നന്നായി, ഞാനാണ് പറഞ്ഞെങ്കിൽ എന്റെ നാക്കൂരി കെട്ടിനകത്ത് വീണ. മനസ്സിലായി. അല്ല സാറിന് ഈ കാലകലും കരീം എന്ന് പേര് വരാൻ? എനിക്ക് കാലകലും കരീം എന്ന് പേര് വരുന്നതാ. നിന്നെപ്പോലുള്ള പ്രതികളെ കിട്ടുമ്പോ ഞാൻ തറയിലോട്ടിട്ട് ഒരു കാലും കൊണ്ട് പിടിച്ചിട്ട് വലിച്ചു കീറും. മനസ്സിലായടാ? മനസ്സിലായി. ഇരിക്കടാ. അല്ല കസേരയില്ലല്ലോ സാറേ. കസേരയില്ലാതെ സങ്കല്പത്തിൽ നീ അങ്ങ് ഇരുന്നാ മതി. സങ്കല്പത്തി എന്തുവാടാ ഇത്? കറങ്ങണ കസേരയിലാണ് ഇരുന്നത്. നിന്നെ ഞാൻ മിക്കവാറും കറക്കും. ഇപ്പൊ ഞാൻ നിന്നെ അടിക്കല്ലേ സാറേ. എന്റെ തലയിൽ സ്റ്റോക്ക് ആണ് സാറേ. സ്റ്റോക്ക് ഒക്കെ നിന്റെ തലേന്ന് FCIയുടെ ഗോഡൌൺ ആടാ. സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. സ്ട്രോക്ക്. എടാ നിന്നെ ഇന്ന് ഞാൻ. സാറിന്റെ യൂണിഫോം എന്നെ ഇടിച്ച യൂണിഫോം. നിന്റെ ഇടിച്ച എന്റെ രക്തക്കര പറഞ്ഞാൽ അത് കഴിക്കണം വലിയ പാടായിരിക്കും. സർപ്പിട്ടാ പോവില്ല. ഇവൻ എന്താണോ ഈ പറയുന്നത്? ഇടി സാറേ, ഇടിച്ചോക്കെ സാറേ. ഇടിക്കാൻ എങ്ങോട്ട് കുനിയടാ, കുനിയടാ. മുതൽ ഇടിക്കണ്ട സാറേ. അയ്യോ എന്റെ ചോറുന്ന പിഞ്ഞാണം. തല്ല ചോറുന്ന പിഞ്ഞാണം അവിടെ കൊണ്ടുവച്ചത്. പോലീസുകാരെത്തി കളിയാക്കുമല്ലടാ. സാറേ ഇടിക്കല്ലേ സാറേ, എനിക്കൊരു കുടുംബം ഉള്ളതാ സാറേ. കുടുംബം നീ ആദ്യം പറഞ്ഞില്ലടാ. അത് കള്ളം പറഞ്ഞാ സാറേ. സാറേ മൈക്കണ്ണുമായി കാത്തിരിക്കുന്ന എന്റെ ഭാര്യ മൈന, ചിറക് വിരിക്കാത്ത 2 കുഞ്ഞുങ്ങൾ. ഓ അനാശാ. പറന്നു പോണ മൈനയ്ക്ക് പോലും ഗർഭം ഉണ്ടാക്കുന്നവനെ. സത്യം പറടാ, മൈന ഇറങ്ങി നിന്റെ റൂമിൽ വന്ന അതാ നീ മൈനയുടെ കൂട്ടിക്കയറി പോയാ? അല്ല സാറേ, മൈന എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ് സാറേ. എന്റെ ഭാര്യയാണ്. എന്റെ അച്ഛന്റെ പേര് കാക്ക. നിന്റെ വീട്ടിൽ എല്ലാരും മുട്ടയിടുന്നവരെ ഉള്ളടാ.
അതല്ല സാറേ, പിന്നെ എന്റെ അച്ഛന്റെ പേര് സുലൈമാൻ കാക്ക. ഇവിടെ സ്വന്തം അച്ഛനെ കയറി കാക്കാന്ന് വിളിക്കുന്നതാടാ. മര്യാദക്ക് വിളിക്കാറിയോടാ. നീ പാടാ, നീ മോട്ടിക്കോ അല്ലടാ. എനിക്കൊരു പ്രതി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംതൃപ്തി വരണമെങ്കിൽ ബാത്റൂമിൽ കുറച്ച് ഇരിക്കണം. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. അപ്പോഴത്തേക്കിനും ഇവിടെ തെളിയാത്ത കേസെല്ലാം ഇവന്റെ മണ്ടയ്ക്കാക്കി വെച്ചാൽ എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. തെളിയാത്ത കേസൊക്കെ അവന്റെ മണ്ടയ്ക്കാക്കി ഞാനായിട്ട് വേറൊരു പ്രശ്നം. പിന്നെ എന്ത് പ്രശ്നം? ബാത്റൂമിൽ വെള്ളമില്ല. എന്ത് പറ്റി? അതെ, ഇന്നലെ രാത്രി ഇതിനകത്ത് ഒരു പൂച്ച വീണു. അത് ഫുട് വാൽവിൽ കയറി ബ്ലോക്കായി. ഇപ്പൊ വെള്ളം എനിക്ക് ടാങ്കിനകത്ത് വെള്ളമില്ല. അതുകൊണ്ട് ബാത്റൂമിൽ വെള്ളമില്ല. പാടാന്ന് പറയാം. എടാ എനിക്ക് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. ഇതൊരു വെള്ളത്തെ കെട്ടിക്ക് വാടാ. എടാ നീ കാരണം എന്റെ എടോ ഒരു കാര്യം ചെയ്യ്. എവിടുന്നെങ്കിലും ഒരു പ്ലംബറെ വിളിക്കണോ? വിളിക്കണോ? എനിക്ക് സംതൃപ്തി വരാൻ സമയമാണ്. പ്ലംബർ സൂടാ, ഞാനാ സ്റ്റേഷനിൽ നിന്ന് പൈസ. അല്ല നീ വായിക്കണേ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റേഷനിലോട്ട് പറഞ്ഞ ഇവിടുത്തെ കേറ്റിനകത്ത് പൂച്ച വീണ് അത് എടുത്തു കാണണം. ടാങ്കിനകത്ത് വെള്ളമില്ല. സാർ ഇവിടെ ആണെങ്കിൽ ഇളകി മുട്ടി നിൽക്കുന്നത്. സാറ് മുഖം കഴുകാനായിട്ട് ഇളകി മുട്ടി നിൽക്കുന്നു. നീ പെട്ടെന്ന് വരാ. നീ കാരണം ഞാനിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട്. ഒന്ന് വിളിച്ചു ചോദിക്കണം അവിടെ എവിടെത്തിയെന്ന്. വിളിച്ചു ചോദിക്കണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നു. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് എത്തുമ്പോ ഞാൻ കോയമ്പത്തൂരിൽ പോകത്തേ ഉള്ളൂ. വല്ലാത്ത ഘട്ടമായല്ലോ. ഇവിടെ ഇങ്ങനെ വാടാ. സാറേ ഇവൻ കിണറ്റിലിറങ്ങും. നീ കിണറ്റിലിറങ്ങിയ പൂച്ച സാറേ അത് പിന്നെ ഞാൻ മാല മോട്ടിച്ച കാര്യം അതൊക്കെ പിന്നെ പൂച്ച എടുത്തിട്ടില്ല. പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സ് നീറിപ്പോകും സാർ. നീ പറഞ്ഞാൽ ഞാൻ പലതായിട്ട് നീറിപ്പോകും. സാറേ അവന്റെ ശ്വാസം അകത്തോട്ട് എടുത്തിട്ട് അവന്റെ പള്ള നോക്കി ഒരൊറ്റ ഇടി വെച്ചോടും. ആ ഗ്യാപ്പ് കിട്ടിയെങ്കിൽ ഞാനൊന്ന് പിടിച്ചു നിന്നേനെ. എടാ ഒന്ന് ഇറങ്ങി പൂച്ച അല്ല കാലകലും സാറേ. കാലകത്താൻ പറ്റൂല. നീ ഇറങ്ങി പൂച്ച അങ്ങനെ ശബ്ദിക്കരുത്. കഷ്ടപ്പാട് സഹിക്കാം, വേദന സഹിക്കാം, കടുത്ത ദാരിദ്ര്യം സഹിക്കാം. പക്ഷെ നിന്നെ കഥാപ്രസംഗം പറയാതെ പൂച്ച ചെല്ലടാ. ഈ അവസ്ഥയിൽ പ്രതികളോട് ഇങ്ങനെ പെരുമാറരുത്. ചില സമയങ്ങളിൽ നമുക്ക് പ്രതികളെ കൊണ്ട് ഉപയോഗമുണ്ട്, മനസ്സിലായല്ലോ. അതുകൊണ്ട് അവരുടെ സ്നേഹത്തോടെ പെരുമാറണം. എന്താടാ സാറേ അനുഗ്രഹം വാങ്ങിക്കാൻ മറന്നു. അയ്യോ കുനിഞ്ഞ് അനുഗ്രഹം തരാൻ പറ്റൂല. ഞാൻ നിന്നെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. പോയി പൂച്ചേറാ. ഇവന്റെ ഒക്കെ കാലെ പിടിക്കാതെ ഞാൻ പറയുന്ന കാര്യം കേൾക്ക്. എന്റെ അളിയനുണ്ട്. ഇപ്പൊ വിളിച്ചാൽ പൂച്ച എടുത്തിട്ട് ഒരുപാട് പൂച്ച എടുത്തിട്ടുള്ള ആളാണ്. ഇറങ്ങുമോ? എന്റെ അളിയനെ ഞാൻ പൂച്ച എടുക്കും. പിന്നെ എത്ര നീ ഇറങ്ങണ്ടെങ്കിൽ വേണം. എടാ പോലീസുകാരൻ ഒരു അത്യാവശ്യ കേസ് പറഞ്ഞപ്പോ കളി കാണിക്കും. തന്റെ അളിയൻ എവിടെയാണ്? കാനഡയിൽ. ഓ രണ്ടും ഒരു സ്ഥലമായി പോയല്ലോ ദൈവമേ. ഹലോ ഹലോ, DGP ആണ്. പറയൂ സാർ. ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടെ ബ്ലോക്കാണ് സാർ. അവിടെ എന്താണ് പ്രശ്നം? അവിടെ തുറന്നിരിക്കുന്നത് അടയ്ക്കാൻ പറ്റത്തില്ല, അടഞ്ഞിരിക്കുന്നത് തുറക്കാനും പറ്റത്തില്ല സാർ. അവിടെ എന്ത് ബ്ലോക്കാണ്? എല്ലാത്തിനും എത്രയും പെട്ടെന്ന് എന്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ശരി സാർ, ഞാൻ തീർത്തിട്ട് തന്നെ വരും സാർ. ഇവിടെ വെച്ചേക്കൂല. ഓക്കെ സാർ. സാറേ ഇത് ജെറ്റാണോ മോണോ ബ്ലോക്കാണോ? ഇപ്പൊ ബ്ലോക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇത് ജെറ്റായി മാറൂടാ. ഇറങ്ങി പൂച്ച. അല്ല സാർ ഞാൻ എടുക്കാൻ സാറേ. പക്ഷെ ആ മാലയുടെ കാര്യം എനിക്ക് വേണ്ട. നീ മാല മോട്ടിച്ചിട്ടില്ല. മാല മോട്ടിച്ചത് ഞാനാണ് കള്ളൻ, വെരി കള്ളൻ. ഇറങ്ങിയോ പൂച്ച ഒന്നിറ. കിട്ടി സാറേ, കിട്ടി. പ്ലംബറെ കിട്ടിയോ? പ്ലംബറെ കിട്ടിയെന്നല്ല, നല്ലൊരു സൂപ്പർ കവിത കിട്ടി. നന്നായി സാറേ. ഈ അവസ്ഥയിൽ ഒരു കവിത കേൾക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇതിൽ നിന്നും മാറി കിട്ടും. ചൊല്ലടോ. പ്രചണ്ഡനം പ്രഹസനം അസുരതാണ്ഡവം, ഓറിപ്പുലിലെ പാറക്കഷ്ണങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, അഗ്നിഗോളം തിളച്ചു മറിച്ച് ലാഭ പൊട്ടിയൊഴുകാനൊരു വെമ്പൽ. ഇത് ഒരു പാവത്തിന്റെ രോദനം. നിന്റെ ഈ കവിതയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നിന്റെ വയറ്റി ഇടിച്ചാ മതി, ഈ ലാവ പൊട്ടി ഒഴുകും. എന്താടാ ഇറങ്ങൂല സാറേ. കവിത കേൾക്കാൻ വേണ്ടി ഞാൻ നിനക്ക് പിന്നെ കവിത പാടിത്തരാടാ. ഇറങ്ങി പൂച്ച സാറേ ഇങ്ങോട്ട് മാറി. ഇല്ല വയ്യ. നിനക്ക് എന്താണ് അതിനകത്ത് ഇറങ്ങി പൂച്ച എടുത്താലും ഇറങ്ങാൻ പറ്റൂല സാറേ. എന്താണ് ഇറങ്ങൂല. ഇറങ്ങാൻ നിനക്ക് എന്താ പറ്റാത്ത? എനിക്ക് പറ്റൂല. ഇറങ്ങൂല.
നീ ഇറങ്ങിയില്ലേ എനിക്കെന്തോ അവ ഇറങ്ങിയില്ലെങ്കിൽ തനിക്കൊന്നുമില്ല. എനിക്കാണ് പ്രശ്നം. എന്റെ മോനെ ഒന്ന് ഇറങ്ങി ആ പൂച്ച ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഇതിനകത്ത് ഇറങ്ങി ആ പൂച്ച എടുക്കാൻ എന്താ കുഴപ്പം? ഇറങ്ങൂല സാറേ. ചുമ്മാതല്ല, കഷ്ടപ്പെട്ട് ഓടി നടന്ന പൂച്ചയെ ഓട്ടിച്ചിട്ട് തലക്കിട്ട് കൊട്ടി അടിച്ചു കൊന്ന് ഇതിനകത്ത് എടുത്ത് ഈ ഫുട്ബോളിൽ തിരുവി കയറ്റിയതേ. അത് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ കഷ്ടപ്പാടാണ് സാറേ. കാലകലിയും സാറേ, ഇനി കാലകലാത്ത കരിയും സാർ.